ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ത് എന്നതല്ല വിഷയം, മറിച്ച് മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് നമ്മുടെ ജയപരാജയത്തിന്റെ മാനദണ്ഡമായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് കണക്കാക്കുക. അവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം. രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് പറയാം, ഇന്ന അഹദകും ലിയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അവൻ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം പ്രവർത്തിക്കും. ജീവിതം എടുത്തു പരിശോധിക്കുമ്പോഴൊക്കെ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ്. എന്നിട്ടോ അങ്ങനെ അവൻ സ്വർഗ്ഗത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം അവശേഷിക്കുന്ന സമയത്ത് അവസാനമാകുമ്പോഴേക്കും മരണത്തോട് ഇങ്ങനെ അടുക്കാൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ നരകാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെ ആ നിലയ്ക്ക് മരിക്കുകയും നഊദു ബില്ലാഹ് നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ്. നേരെ തിരിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകളുണ്ട്, അവരുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ ഏതൊരു മനുഷ്യനും കണ്ടാലും കേട്ടാലും പറയാനുണ്ടാവുക ഒരു നരകാവകാശിയുടെ ഒരു ക്വാളിറ്റി ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക. പക്ഷേ ആ മനുഷ്യന്റെ മരണം എത്തുന്നതിന് തൊട്ട് മുൻപ് വെച്ച് ആ മനുഷ്യൻ നന്നാവുകയും സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചു മടങ്ങുകയും അങ്ങനെ ആ മനുഷ്യൻ സ്വർഗാവകാശിയായിക്കൊണ്ട് മരിക്കും എന്നൊരു ട്വിസ്റ്റിനെ സംബന്ധിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, കൂട്ടരെ, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, കാര്യങ്ങൾ പരിഗണിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഞാൻ നിങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യം എന്റെ പര്യവസാനം എന്തായിരിക്കും എന്ന ഒരു ബേജാർ നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മളെ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചത് നല്ലൊരു പര്യവസാനം ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഉലമാക്കളോട് ചോദിക്കുമ്പോൾ ആദ്യം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എനിക്ക് പേടി വേണമെന്നാണ്. ഈ പേടി നിനക്ക് വേണമെന്ന്. ഏത് പേടി? ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ പള്ളിയിലുണ്ട്, വാക്കൊക്കെ ഉഷാറാണ്. പക്ഷെ മരിക്കാൻ കാലത്ത് അങ്ങനെ ഉണ്ടാകുമോ? പറയാൻ പറ്റൂല. കാരണം എന്താ അറിയുള്ളേ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതരത്തിൽ നിന്നും ദീന് കേൾക്കാനും ഭാഗ്യം ലഭിച്ച പല ആളുകൾക്ക് പോലും ജീവിതത്തിൽ ഈ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. റജ്ജാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, പ്രവാചകന്റെ സവിധത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിമായിരുന്നു, ഓടി നടക്കുകയായിരുന്നു. ഒരിക്കൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പ്രവാചകത്വം വാദിച്ചപ്പോ അദ്ദേഹത്തെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശരിയാക്കാൻ വേണ്ടി പോയ ആളാണ്. അങ്ങനെ മുസൈലിമ ദുനിയാവിന്റെ ചില ഓഫറുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നീട്ടിയപ്പോൾ അതിൽ മതിമറന്ന് അദ്ദേഹം ആദർശം കൈയൊഴിഞ്ഞ് അതിലേക്കാണ് പോവുകയായി. പിന്നെ അദ്ദേഹം ആ ദീനണ്ട് വെടിഞ്ഞിട്ടാണ് മരിക്കുന്നത് എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വലിയൊരു പേടി നമുക്ക് ആ വിഷയത്തിൽ വേണമെന്ന്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാതെ കരയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കരയിപ്പിച്ച നിങ്ങളുടെ പാപങ്ങളാണോ, അല്ലെങ്കിൽ പാപത്തെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ലൈഫിൽ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചിട്ടൊന്നല്ല ഞാൻ കരയുന്നത്. ഇന്നമാ അഖാഫു സൂഅൽ ഖാതിമതി, ഞാൻ പേടിക്കുന്നത്, ഇപ്പോൾ ഞാൻ കരയാനുള്ള കാരണം എന്റെ മോശമായൊരു പര്യവസാനത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്നതാണ്. സഹോദരങ്ങളെ, പേടിയും ബേജാറും ഇതൊക്കെ അറിയുന്ന ആളുകൾക്കാണ് ഉണ്ടാവുക എന്നാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയും, യാ റബ്ബി ഖദ് അലിംത സാകിനൽ ജന്നതി വന്നാർ, അല്ലാഹുവേ, താങ്കൾക്ക് സ്വർഗ്ഗാവകാശി ആരാണ് നരകാവകാശി ആരാണെന്ന് കൃത്യമായി കൊണ്ട് അറിയാം. ഫഫി അയ്യി മൻസിലിൻ മാലിക്, ഈ മാലിക് എവിടെയാണെന്ന്, ഈ മാലിക് എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന്, സ്വർഗാവകാശിയാകുമോ നരകാവകാശിയാകുമോ എന്ന് നന്മയുടെ മുൻപിൽ നടന്ന, നന്മക്ക് വേണ്ടി മാത്രം ജീവിച്ച, ജീവിതം മുഴുവനും നന്മയിൽ ഊട്ടപ്പെട്ട മഹാരഥന്മാരായ ഉലമാക്കളും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ സുഹൃത്തുക്കളെ പേടിച്ചൊരു വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേടി ഉണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ബാക്കിയുള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നിലക്ക് മരിക്കണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കുന്ന, ആഗ്രഹിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഒന്നാമതായി കൊണ്ട് വേണ്ടത് എന്റെ മരണം എന്താകും പടച്ചോനെ എന്നൊരു പേടി തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു ഇസ്തിഖാമത്ത് വേണമെന്ന്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്, ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തുർ റഹ്മാനായ റബ്ബ് പറയാം, ആരെയാണ് മലക്കുകളെ സന്തോഷവാർത്ത നൽകിക്കൊണ്ട് കൊണ്ടുപോകുന്നത്? ഇന്നല്ലദീന, ഒരു കൂട്ടരാണവർ. ആരവർ? ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചവരാണ്, പ്രഖ്യാപിച്ചവരാണ്. ഒരു ജാറത്തേക്കും പോകാത്തവരാണവർ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ ഐക്കല്ലുകളും അതേപോലെ തന്നെ ഉറുക്കും ഒന്നും കെട്ടാത്തവരാണവർ. റബ്ബിൽ മാത്രം വരവേൽപ്പിച്ചവരാണവർ. സുമ്മസ്തഖാമു, എന്നിട്ട് എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും പഠിച്ചു മനസ്സിലാക്കിയ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് അതിൽ തന്നെ ഉറച്ചു നിന്നവരാണവർ.
പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കളിയാക്കലുകളും കുത്തുവാക്കുകളും പറയാഞ്ഞിട്ടുകൊണ്ടല്ല. ഒരുപാട് ആളുകൾ വളഞ്ഞു നിന്ന് ഇസ്ലാമിന്റെ ആദർശത്തെ ആ നിലക്ക് തേജോവധം ചെയ്യാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, വെച്ച താടിയെ കളിയാക്കാഞ്ഞിട്ടല്ല, ഇട്ട പർദ്ദയെ കളിയാക്കാഞ്ഞിട്ടല്ല, മറിച്ച് എന്തൊക്കെ ഏതൊക്കെ ഉണ്ടായപ്പോഴും അവനോട് ഉറച്ചു നിന്നു എന്നാണ്. ആദർശത്തിൽ ഉറച്ചു നിന്നു. തതനസ്സലു അലൈഹിൽ മലായിക, അവരിലേക്കാണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത്. എന്താ പറഞ്ഞ? അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. ഇനി നിനക്ക് ഭയക്കാനില്ല, ഇനി നിനക്കൊരു പേടിയില്ല, ഇനി നിനക്ക് സന്തോഷമാണ്. ഇതൊക്കെ സഹിക്കുമ്പോഴും നീ ആഗ്രഹിച്ചൊരു സ്വർഗമുണ്ടല്ലോ, അതാണ് നിനക്ക്. നീ ഇനി ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. പിന്നെ ഇറങ്ങി കിടക്കുന്ന ഖബറിനെ കുറിച്ചോ, പോയി നിൽക്കാനുള്ള വിചാരണയെ കുറിച്ചോ, പരലോകത്തിലെ നിൽപ്പിനെ കുറിച്ചോ, അവിടത്തുള്ള സിറാത്തിനെ കുറിച്ചോ, നരകത്തെ കുറിച്ചോ ഇനി നീ ഭയക്കണ്ട. ഇനി നീ സന്തോഷിച്ചു കൊള്ളുക എന്നതാണ്. ആർക്കാ സുഹൃത്തുക്കളെ? ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾക്കാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. റഹ്മാനായ റബ്ബ് പറഞ്ഞു, ആരാണ് ഞാൻ പഠിപ്പിച്ച റൂട്ടിൽ ജിഹാദ് ചെയ്യുന്നവർ, ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവൻ, അല്ലെ, പരിശ്രമിക്കുന്നവൻ, അവർക്ക് ഞാൻ നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു തരുമെന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നല്ല നിലക്ക് ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസമൊക്കെ ആകണമെന്നാണ്. നമ്മളൊക്കെ കേട്ട ഹദീസാണ്. മൻകാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അർത്ഥം എല്ലാവർക്കും അറിയാം, ഒരാൾക്കും അറിയാത്തില്ല. എന്താ? ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷെ എന്താ അറിയോ നിങ്ങള്? സാക്ഷാൽ ഫിർഔനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടാ പോയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേവല വാക്കല്ലത്, അത് ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. ജീവിതത്തിലുടനീളം അത് ആരാണോ പ്രഖ്യാപിച്ചത്? എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന തൗഹീദിന്റെ ആ ഒരു അടങ്ങാച്ച ആദർശ പ്രഖ്യാപനം ജീവിതത്തിലുടനീളം നിലകൊണ്ടവർക്ക് മാത്രമേ അത് പറയാനുള്ള തൗഫീഖ് പടച്ചോൻ കൊടുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞൊരാൾക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തുക്കളെ, പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ വിശ്വാസത്തെ. നമ്മുടെ വിശ്വാസത്തെ പഠിക്കണം നമ്മൾ. എന്തെങ്കിലും പുടുക്കുത്തുകളുണ്ടോ? കാരണം വിശ്വാസം ഓക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു സുഹൃത്തെ, ഈ ജീവിതം തന്നെ വേസ്റ്റാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം റബ്ബിനെ കുറിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ ആഴ്ച അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ കഴിയുമോ? എങ്കിൽ നമുക്ക് മെച്ചമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിനൊരു കലർപ്പും എനിക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം ആഗ്രഹിക്കാനുള്ളതാണ് നല്ലൊരു മരണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? സൽക്കർമ്മങ്ങൾ പതിവാക്കണം എന്നുള്ളത് തന്നെയാണ്. സൽക്കർമ്മങ്ങൾ പതിവാക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ദിവസം, ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. രാവിലെ എണീറ്റത് മുതൽ കിടക്കുന്നത് വരെ എന്തൊക്കെയെന്ന് അറിയാത്തൊരു കുട്ടി ഇവിടെ ഇരിക്കണില്ല. പക്ഷെ ആ റൂട്ടിലാണോ നമ്മുടെ ലൈഫ്? നമ്മൾ ആലോചിച്ചോളി. ആ റൂട്ടിലൂടെ തന്നെയാണോ ഇന്നത്തെ നമ്മുടെ ദിവസം? ഇന്ന് സുബഹി നിസ്കാരം സുഹൃത്തുക്കളെ ജമാഅത്തായിക്കൊണ്ട് നിർവഹിച്ച എത്ര സുഹൃത്തുക്കളുണ്ട് ഇവിടെ? ആരെയും കുറ്റപ്പെടുത്തല്ല. ഒന്ന് ചോദിച്ചോളി മനസ്സിനോട്. ആദ്യത്തെ ചോദ്യത്തിന് എനിക്ക് വേണം നല്ല മരണം എന്ന് മനസ്സിൽ ഉത്തരം നൽകി എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനസ്സിനോട് നീ ചോദിക്ക്. നിനക്കതിനുള്ള തൗഫീക്ക് ലഭിക്കുമോ? എങ്കിൽ നീ ദിനേന ചെയ്യുന്ന നിർബന്ധവും ഐച്ഛികമായ കാര്യങ്ങളിൽ നല്ല കണിശതയുള്ളവനാകും. ജമാഅത്ത് ഇട്ടൊഴിവാക്കിയ മനുഷ്യൻ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നല്ലൊരു മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നു പറയാൻ പറ്റാം അല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജമാഅത്ത് നിസ്കാരം അത് പെർഫെക്റ്റായി കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമസ്കാരം സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കണം അല്ലെ? അമലുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ വിചാര നിസ്കാരത്തെ കുറിച്ചല്ലേ? അത് പെർഫെക്റ്റ് ആക്കാൻ പോലും സമയവും സന്ദർഭവും ശ്രദ്ധയും കൊടുക്കാൻ കഴിയുന്നില്ല നമുക്കെങ്കിൽ നമുക്ക് കിട്ടുമോ നല്ലൊരു മരണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം അല്ലേ? റബ്ബ് പറയാ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇനി അമലുകൾ ചെയ്യാൻ അടുത്തൊരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു റമദാൻ മാസം കാത്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട പരിമിതമായ ചില കാര്യങ്ങളുണ്ട്. അതെങ്കിലും പെർഫെക്റ്റ് ആയിക്കൊണ്ട് ചെയ്ത് തീർത്തേ പറ്റൂ എന്നാണ്. നമ്മൾ തിരിച്ചു വിളിക്കുമ്പോഴേ ഒരു റക്അത്ത് പോലും സുഹൃത്തുക്കളെ കടണ്ടാകരുത്. ഒരു നോമ്പ് പോലും കടണ്ടാകാൻ പാടില്ല. സാമ്പത്തിക ഇടപാടിൽ ഇനി അങ്ങോട്ട് കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നിടത്താണ് നല്ലൊരു മരണം ആഗ്രഹിക്കുന്നിടത്ത് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നാലാമതായിക്കൊണ്ട് സൂചിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ലൈഫിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ അറിയോ? എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.
എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമായിട്ടില്ല എന്നൊരു ദാരിദ്ര്യ മനോഭാവം നമുക്ക് ഉണ്ടാകും. അമലുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ പിശാച് നമ്മുടെ മനസ്സിൽ എന്തിട്ടേരെ അറിയുങ്ങളെ, പിശാച് എന്താ ഇട്ടേരെന്നറിയോ? അത്യാവശ്യം നല്ല നിലക്കൊക്കെ ജമാഅത്തൊക്കെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവരെങ്ങനെ കാണുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ ഇട്ടേരെന്നറിയും, ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ, അതിന്റെ അടുത്തൊക്കെ അത്യാവശ്യം ഉണ്ട്, ഇതൊക്കെ ഭയങ്കര ഉഷാറാണ്. അല്ല സുഹൃത്തെ, നമ്മൾ ഉഷാറൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ നമുക്ക് തോന്നണ്ടെന്ന് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ് നമുക്ക് തോന്നണം, പടച്ചോൻ ഇനിയും ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് നമുക്ക് തോന്നണം. ഓരോ ബാങ്ക് വിളിക്കുമ്പോഴേ നമ്മൾ എന്താ മറുപടി കൊടുത്തത്? ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ റബ്ബ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞ മറുപടി എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നല്ലേ? അതെന്താണെന്നറിയോ നിങ്ങള്? പടച്ചോനെ ഉത്തരം നൽകണം എന്നുള്ള പൂജയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വന്ന് കുമ്പിട്ട് നൂറുന്നുണ്ടെങ്കിലേ ഈ കഴിവ് തരണം എന്നാണ്. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മൾ ഇബാദത്ത് പറഞ്ഞു ഉടനെ തന്നെ സഹായം ചോദിച്ചതിന്റെ കുട്ടൻസ് എന്താ അറിയുങ്ങള്? പടച്ചോന്റെ തൗഫീഖ് വേണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊന്നും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് കുട്ടിനെ പോലെ കരഞ്ഞു എന്നാണ് ചരിത്രം. എന്തേ സംഭവം? അസ്സഫ്റു തവീൽ, എനിക്കിനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്നാണ്, ഒരുപാട് കാതം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. വസാദി ഖലീൽ, പക്ഷെ അതിനുള്ള പാതയും എനിക്ക് കുറവാണ് എന്നാണ്. അല്ലെ, സ്വഹാബാക്കളുടെ വർത്താനാണ് സുഹൃത്തുക്കൾ അതൊക്കെ. അല്ലെ, സ്വർഗണ്ടടാന്ന് നിനക്ക് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബാക്കൾ പോലും പിന്നെയും കർമ്മവീതിയിൽ ഓടി നടക്കാണ്. അല്ലെ, സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു ഞാൻ, അതിന്റെ അഴക് കണ്ടപ്പോൾ ഞാൻ കാലെടുത്തു വെക്കാൻ തീരുമാനിച്ചു. പിന്നെയാണ് ഉമറെ ഞാൻ അറിഞ്ഞത് നിനക്കുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച കാല് പിറകോട്ട് വെച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്താൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പെടഞ്ഞു മരിക്കുന്നത് ഒരു മിഹ്റാബിന്റെ ഇടയിൽ വെച്ചാണെന്ന കാര്യം നമ്മൾ അറിയണം. അല്ലെ, മരിക്കുന്നതുവരേക്കും ഇബാദത്തിലായിരുന്നു. ശത്രുക്കൾ വന്ന് നമ്മുടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഛേദിക്കുമ്പോ രക്തം ആദ്യത്തെ തുള്ളിപ്പോയി പതിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന മുസ്ഹഫിലേക്കായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, അതൊക്കെയാണ് മരണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് മരണം വരെയും ജീവിതം ഇബാദത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടാൻ കഴിയണം. അവരൊക്കെയാണ് നമുക്ക് മാതൃക. എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറിച്ച് സജീവമാകുമ്പോഴേക്കും, കുറച്ചൊന്ന് ജമാഅത്തിൽ നിങ്ങൾ പങ്കെടുക്കൊള്ളുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ദഅവാ-പ്രവർത്തനത്തിലേക്ക് നമ്മൾ 10 രൂപ കൊടുക്കുമ്പോഴേക്കും നമ്മളൊക്കെ അത്യാവശ്യമായി എന്ന് ആർക്കും തോന്നേണ്ട സുഹൃത്തെ. നമ്മുടൊന്നും സ്വർഗത്തിൽ ഒരു സെന്റ് ഒരു സ്ക്വയർ ഫീറ്റ് പോലും വാങ്ങാൻ മാത്രമുള്ള കപ്പാസിറ്റി നമ്മുടെ കർമ്മങ്ങൾക്ക് ഇല്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ മതി. അത്രേ പറയാനുള്ളൂ. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെന്താ അറിയുങ്ങളെ, ലൈഫിൽ വന്നു പോകുന്ന ഒരു ചെറിയ പാപത്തെ പോലും നല്ലോണം പേടിക്കണം എന്നാണ്. നല്ല നിലക്ക് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സായി പറയണത് നല്ലോണം പേടിക്കണം. സ്വഹാബാക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്നുപോയി ചെറിയ തെറ്റ് ആലോചിച്ചിട്ടാണ് പേടിച്ച് ഒരു രാത്രിയുടെ ഉറക്കം വരെ പോയത്. പാപങ്ങൾ വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പാപം ലൈഫിൽ വന്നു പോയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? നല്ല നിലക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി ജീവിക്കാനുള്ള തൗഫീഖ് പോകുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ പറയും നമ്മളൊക്കെ അതൊരു ചെറിയ പാപല്ലേ, അതൊക്കെ ഇപ്പൊ ചെയ്യാത്തൊരാളുള്ളത്, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും, എന്നാലൊക്കെ തന്നെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ, എന്നാലൊക്കെ തന്നെ ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ കണ്ണടച്ചു പോയ കുറെ പാപങ്ങളല്ലേ സുഹൃത്തുക്കളെ. ഒരു പക്ഷെ അതായിരിക്കും നമുക്ക് വെല്ലുവിളിയായിട്ട് വരിക. ഒരു പാപം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് പുറത്ത് കിട്ടി എന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ നമുക്ക് ഉണ്ടാവോ? ആരെങ്കിലും നമുക്ക് വല്ല ഇമെയിൽ അയച്ചിട്ടുണ്ടാവും, പടച്ചത് പുറത്തുനിന്നില്ല ഉറപ്പ് നമുക്കുണ്ടോ? പടച്ചോ പുറത്ത് തരുമായിരിക്കും, അവന് പുറത്ത് തരുന്നവൻ തന്നെയാണ്, പക്ഷെ ഉറപ്പിക്കാൻ എങ്ങനെ സുഹൃത്തുക്കളെ പറ്റും? അതുകൊണ്ട് എന്താ അറിയോ, ഒരു പാപം ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. കടിച്ചോടത്ത് തുടക്കാൻ സാധാരണ നാട്ടുമ്പുറത്ത് പറയില്ല, അത് ഉണ്ടാകണം. എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യരാണോ പാപം ചെയ്തു പോകും, പക്ഷെ ചെയ്തു പടച്ചോനെ അത് തെറ്റായിരുന്നു, ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു, ഞാൻ കാണാൻ പാടില്ലാത്തതായിരുന്നില്ല പടച്ചോൻ, എന്നാലും അടുത്ത് വന്ന് പോയില്ല റബ്ബേ എന്നൊരു ഖേദത്തിൽ നിന്നും ഉടനെ ഇസ്തിഗ്ഫാറിലേക്ക് വന്ന് നമ്മുടെ മനസ്സിലൊരു സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒരു പാപത്തെയും നമ്മൾ നിസ്സാരമായി കൊണ്ട് കാണരുത് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മരിക്കാൻ നേരാകുമ്പോഴേക്ക് അത് മതിയാകും നമുക്ക് മോശമായ മരണത്തിന് കാരണമാകാൻ. അതുകൊണ്ട് പറയുമ്പോഴും നിലപാടുകൾ എടുക്കുമ്പോഴും ഒരാളോട് ഇന്നതുപോലെ എന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സത് വേദനിച്ചോ എന്നൊന്ന് ഉറപ്പുവരുത്തിക്കാളി, വേദനിച്ചിട്ടില്ല എന്നൊന്ന് ഉറപ്പുവരുത്തിക്കാളി, അല്ലേ? അത് നല്ലതാണ്. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാവാണ് നമുക്ക് നരകം പണിത് തരുന്നതിൽ ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. 7ാമത്തെ കാര്യം എന്താണെന്നറിയോ? പിശാചിനെ കരുതിയിരിക്കുക എന്നുള്ളതാണ്. എല്ലാരെയും പിശാച് ഒരേ റൂട്ടിൽ നല്ല പഠിപ്പിക്കുക.
ഓരോരുത്തരുടെയും ഒരു നെഗറ്റീവ് പോയിന്റ് അവനക്ക് അറിയാം, ഒരു വീക്ക്നെസ് അവനക്ക് അറിയാം. ഇദ്ദേഹത്തിന്റെ ഒരു വീക്കായ ഏരിയ ഇന്നതാന്ന് പിശാചിനറിയാം. അവൻ പതിയെ 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 കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് എപ്പോഴാണ് നമ്മുടെ ഈമാൻ ഒന്നിങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത് എന്ന ആ സന്ദർഭം നോക്കി ആദം സന്തതിയുടെ മനസ്സിൽ അവനിങ്ങനെ പതിഞ്ഞിരിക്കുമെന്നാണ്. ഒരു ശത്രു പതിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൂടെ പതിഞ്ഞിരിക്കുമെന്ന്. അവനൊന്ന് അശ്രദ്ധനായാൽ, ഒന്ന് മറന്നു കഴിഞ്ഞാൽ അവന് മേൽ അവൻ ആധിപത്യം ചെലുത്തുമെന്നാണ്. എന്നാൽ ആ സമയത്ത് ആ അടിമന്റെ മനസ്സിൽ പടച്ചവനെ കുറിച്ച് ഓർമ്മ വന്നാലോ അവൻ തിരിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാച് അള്ളാഹുവിന്റെ ദിക്റുള്ളിടത്ത് അവർക്ക് സ്ഥാനമല്ല. അതുകൊണ്ട് എന്താ നമ്മൾ വേണ്ടെന്ന് അറിയോ? നിരന്തരമായ റഹ്മാനായ റബ്ബിനോട് ദിക്റെടുക്കുന്ന, ദുആ എടുക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകണം. രാവിലെയും വൈകുന്നേരം അധികാറുകളൊന്നും ഒഴിവാക്കി അതിനൊന്നൊരു കൃത്യമായ ധാരണ കൊടുക്കാത്ത ഒരാളൊക്കെ നല്ല നിലക്ക് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ശരിക്കൊക്കെ. അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി ഒരാൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താ അറിയോ? രാവിലെ വൈകുന്ന അധികാരങ്ങളൊക്കെ നമ്മൾ ചെല്ലാന്ന്. എട്ടാമത്തെ ഏറ്റവും വലിയ ഒരു പോംപടി സുഹൃത്തുക്കളെ, നന്നായി കൊണ്ട് പ്രാർത്ഥിക്കൽ തന്നെയാണ്. നന്നായി പ്രാർത്ഥിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു അല്ലേ? നമ്മളെ വീട് പണി തുടങ്ങിയപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു? കുട്ടിനെ കെട്ടിക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു? ഒരു കച്ചവടത്തെ കുറിച്ച് ആലോചിച്ചു, എന്തൊക്കെ നമ്മൾ ചോദിച്ചു? നമ്മൾ നിരന്തരമായി കൊണ്ട് ചോദിച്ചില്ലേ? നിരന്തരമായി നമുക്ക് വേണ്ടൊക്കെ നമ്മൾ ചോദിച്ചില്ലേ? സുഹൃത്തെ, നല്ല നിലക്കൊന്ന് മരിപ്പിച്ച് തരണേ റബ്ബേ എന്ന് എത്ര നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും? എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും? റബ്ബ് പറയാ, വിശ്വാസികളാണോ ചോദിക്കുമെന്ന്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചോനെ, ഈ ഹിദായത്തിലേക്കൊക്കെ വരാനുള്ള തൗഫീഖ് കിട്ടിയിട്ട്, ഈ ഖുതുബയും ക്ലാസും മറ്റേത് മറിച്ചൊക്കെ കേൾക്കാനും പഠിക്കാനും അറിയാനുള്ള തൗഫീഖ് കിട്ടിയിട്ടും, ഹിദായത്തിന്റെ മാർഗം വ്യക്തമാക്കി തന്നിട്ടും ഹിദായത്ത് കിട്ടാത്തവരെ പോലെ മരിക്കാന്ന് പറഞ്ഞ എന്തൊരു ഹതഭാഗ്യവാന്മാരായിരിക്കും നമ്മളൊക്കെ. അതില്ലാതിരിക്കാൻ പടച്ചോന്റെ ഹൃദയത്തെ നീ പിടിച്ചു തരണേ എന്നാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലേ സുഹൃത്തുക്കളെ, പ്രാർത്ഥന ഇഷ്ടം പോലെയാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹു എന്റെ എല്ലാ കാര്യങ്ങളിലും പര്യവസാനം നീ നന്നാക്കി തരണേ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. പടച്ചോനെ, ദുനിയാവിലെ നിന്ദയിൽ നിന്നും പരലോകത്തിലെ ശിക്ഷയിൽ നിന്നും നീ എന്നെ ഒഴിവാക്കി തരണേ എന്നാണ്. അതൊക്കെ സുഹൃത്തുക്കളെ നമുക്കുള്ളതാണ്. നല്ല നിലക്ക് മരിക്കണം ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കൾ, എന്താ അറിയോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പട്ടപ്പുകളോടുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരാളുടെ മനസ്സും വേദനിക്കരുത്. നമ്മൾ കാരണം ഒരാളുടെ കണ്ണുനിരിറ്റ് കണ്ണീര് വരരുത്. കൂടുതലൊന്നും പറയുന്നത്, അത് ഭാര്യയാകാം, ഒരു പക്ഷേ മരുമകളാകാം, ഒരു പക്ഷെ അമ്മായിമയാകാം, ആരുമാകാം, സഹപ്രവർത്തകനാകാം, സഹപാഠിയാകാം, സഹജീവികളാകാം. നമ്മൾ കാരണം, നമ്മളെടുത്തൊരു നിലപാട് കാരണം, നമ്മൾ ഉച്ചരിച്ചൊരു വാക്ക് കാരണം, നമ്മളൊന്ന് തുറിച്ചു നോക്കിയത് കാരണം ഒരാളുടെ മനസ്സ് പോലും വേദനിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അന്നേ നമ്മൾ ഒരുങ്ങിയിട്ടുള്ളൂ നല്ലൊരു മരണത്തിനു വേണ്ടി. ഓർത്തു വെക്കുക മനസ്സിൽ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉറപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി നിർവഹിക്കേണ്ട ആരാധനയുടെ കൂട്ടത്തിൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ച ഒന്നാണ് ബലികർമ്മം എന്ന് പറയുന്നത്. നിസ്കാരത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ പറഞ്ഞു ഫസ്വല്ലി റബ്ബിക വൻഹർ. ആ മനസ്സിലേക്ക് നിങ്ങൾ ആയത്ത് വന്നു, ആ പദം വന്നില്ലേ? എന്താ? നിസ്കരിക്കുക നിന്റെ രക്ഷിതാവിന് വേണ്ടി, ബലിയറുക്കുക എന്നതാണ്. പലതരത്തിലുള്ള അറിവുകൾ ഇസ്ലാമിലുണ്ട്. ഹജ്ജിന്റെ വേളയിൽ ഇറക്കുന്ന അറിവുണ്ട്, പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട അറിവുണ്ട്, അഖീഖയുമായി ബന്ധപ്പെട്ട അറിവുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ബലിപെരുന്നാളോടനുബന്ധിച്ച് നാം മറക്കുന്ന അറിവ് എന്താണത്? വലിയ സന്ദേശമാണ് അതിലുള്ളത്, വലിയ സന്ദേശം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തെ അയവിറക്കിയിട്ടാണ് നമ്മളത് നിർവഹിക്കുക അല്ലെ. എന്താ സുഹൃത്തുക്കൾ അതുണ്ടായത്? സ്വന്തം മകനെ, ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയ മകനെ എനിക്ക് തരുമോ ഇബ്രാഹിം എന്ന് റബ്ബങ്ങട് ചോദിച്ചപ്പോൾ പടച്ചോനെ, ചോദിച്ചത് നീയാണോ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കാത്തിരിക്കാഞ്ഞിട്ടല്ല, മകനോടുള്ള പ്രിയം കുറഞ്ഞതിന്റെ പേരിലല്ല, അങ്ങേറ്റത്തെ പ്രിയമുണ്ട്, മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ട്. പക്ഷെ നീ ചോദിച്ചാൽ ഞാനത് എടുത്ത് തരുമെന്നാണ്. അതൊരു മനസ്സിലെ ഒരു ആദർശമാണ് സുഹൃത്തുക്കളെ. ആ ഒരു ആദർശത്തെ ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തുന്ന കർമ്മമാണത്. അത് കേവലം ഒരു 4-5 കിലോ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന പ്രോസസ് അല്ല ഉലിയത്ത് എന്നുള്ളത്.
അതൊരു ആവേശത്തിൽ എല്ലാവരും പാടെ കുഴിങ്ങാട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു രസം. അതിനപ്പുറത്തേക്ക് അതിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നുള്ളത് എന്താ? എന്റെ റബ്ബ് എന്ത് എന്നോട് ചോദിച്ചാലും അത് എടുത്തു കൊടുക്കാൻ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്, ഞാൻ ഒരുക്കമാണ് എന്ന് വലിയൊരു സന്ദേശത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മമാണ് അത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, കഴിവുണ്ടായിട്ടും സാമ്പത്തിക ഭദ്രത റഹ്മാനായ റബ്ബ് കൊടുത്തിട്ടും ഒരാൾ അതിലേക്ക് വരുന്നില്ല എങ്കിൽ അള്ളാന്റെ റസൂല് വളരെ വെറുപ്പുള്ള ഒരു ശൈലിയാണ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. അള്ളാന്റെ റസൂൽ ഒരു മനുഷ്യന് ഉലഹിയത്ത് അറക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത നൽകപ്പെട്ടിട്ടും അവൻ ഉലഹിയത്ത് അറക്കാൻ അവന്റെ മനസ്സ് വരുന്നില്ല എങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാനാ, ഈദ് മുസല്ലയിലേക്ക് അവൻ വരാതിരിക്കട്ടെ എന്നാണ്. ഏതാ ഈദ് മുസല്ല? ഏതാ ഈദ് മുസല്ല? നമസ്കാരം ഹറാമാക്കപ്പെട്ട സഹോദരിമാർ, മെൻസസ്സുള്ള സഹോദരിമാർക്ക് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശനാനുമതി കൊടുത്തു. അവർ നിസ്കാരത്തിന് സമയം മാറി നിന്നിട്ട് വാക്കിലെല്ലാം പങ്കെടുത്തോട്ടെ എന്നാണ്. അവർക്ക് പോലും വരണമെന്ന് പ്രവാചകൻ കൽപ്പിക്കപ്പെട്ട സദസ്സിൽ നിന്നും ഇവരാരും വരരുത് എന്ന്, അല്ലെ, വരാൻ പാടില്ല എന്നല്ല, പക്ഷെ പ്രവാചകന്റെ വെറുപ്പാണ് അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ വെറുപ്പ് നമുക്കാർക്കും തട്ടിക്കൂടാ എന്നാണ് സൂചിപ്പിക്കുവാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ ഓരോരുത്തർക്കും അറിയാമെന്ന്. ഒരു പക്ഷെ ഇപ്പോൾ ചെറിയൊരു സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കടം വാങ്ങി ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ആ കടം പിന്നെ വീട്ടാൻ നമുക്ക് കഴിയുന്ന ഒരു സാമ്പത്തിക ഭദ്രത പഠിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാര് പറയാണ് ഉലഹ്യത്തിന് വേണ്ടി വേണമെങ്കിൽ കടം വരെ വാങ്ങിക്കോട്ടെ എന്നാണ്. കടത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചോ? ഇല്ല. ഉലഹ്യത്തിന്റെ വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അത്രത്തോളം അത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. കാരണം ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും? ഇല്ല. അത് പ്രവാചകൻ പറഞ്ഞ ചില ചേരും പോലുണ്ട്, ആ രൂപത്തിൽ തന്നെ ചെയ്യണം. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരുവിനുണ്ടാകേണ്ടുന്ന ഒരു പ്രത്യേകത ഇല്ല, തദ്ബഹു ഇല്ല മുസിന്ന, പ്രായമായതിനെ അറക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആടാണെങ്കിൽ 1 വയസ്സാണ്, മാടാണെങ്കിൽ 2 വയസ്സാണ്. ഒട്ടകത്തിന്റെ വിഷയം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് മാത്രം. പിന്നെന്താ പറയുക, രണ്ടാമത്തെ കാര്യം, ന്യൂനതകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഒരുവിന് ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല. ഒരു പക്ഷെ മാർക്കറ്റ് റേറ്റ് അങ്ങനെയാണ്. കച്ചവടമാകുമ്പോൾ പറയാൻ കുറച്ചൊരു പ്രശ്നമുണ്ട്, അവിടെ ഒരു 5000 രൂപ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നടക്കട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കുക, നമുക്ക് വേണ്ടെന്നാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, ലാ യജൂസു മിനൽ ളുഹായ. മഹാനായ ബറാ ഇബ്നു ആസിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണെന്ത്, ലാ യജൂസു മിനൽ ളുഹായ അർബഉൻ. ഉൽഹിയത്തിന് വേണ്ടി നാം സെലക്ട് ചെയ്യുന്ന ഉരുവിന് 4 ടൈപ്പ് ഉരു അത് അനുവദനീയമല്ല എന്ന. ഒന്ന് അൽ ഔറാ എന്ന് പറഞ്ഞു. ഔറാ എന്ന് പറഞ്ഞാൽ കാഴ്ച പോയതാണ്. 2 പറഞ്ഞാൽ അർജ എന്ന് പറഞ്ഞാൽ മുടന്തുള്ളതിനെ പറ്റൂല എന്നാണ്. വൽ മരീല, പ്രത്യേക രോഗം മറ്റൊക്കെ പിടിപെട്ടിട്ടുണ്ടെങ്കിലും അതിനെയും ഉലഹിയത്തിനായി കൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്നാണ്. പിന്നെ പറഞ്ഞു വൽ അജ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞൊട്ടി തീരെ മാംസമില്ലാത്തതാണ്. അപ്പൊ ന്യൂനതകൾ പരമാവധി ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ക്വാളിറ്റികൾ എത്രത്തോളം കൂടുന്നുണ്ടോ, വില അധികരിക്കുന്നുണ്ടോ, സൗന്ദര്യം കൂടുന്നുണ്ടോ, മാംസം കൂടുന്നുണ്ടോ, കൂലിയും കൂടുമെന്നാണ്.